ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കോഫിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റിൽ സൂപ്പർ കോഫിയാണ്. ആദ്യം ഒരു സോസ് പാനിൽ ഒരു 2 കപ്പ് പാല് ഒഴിക്കുകയാണ്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല, പാല് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സാധാരണ കോഫി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ, പാല് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വെക്കണം. പിന്നെ ഇതിനുള്ള ആ ഒരു കോഫി മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മിക്സി ജാറിലാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെറുതെ ഒരു മിക്സിംഗ് ബൗളിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച പാൽ ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കോഫി കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൂ ആണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ, അത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരത്തില്ല, നല്ലതായിട്ട് പാലിൽ മിക്സ് ആവത്തില്ല, തരി തരി പോലെ കിടക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബൂസ്റ്റ് ആണ്. ബൂസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ചായയുടെ കൂടെയും ഇതുപോലെ ബൂസ്റ്റ് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്, അതും അടിപൊളിയാണ്. അത് വേറൊരു ദിവസം കാണിക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് മതി, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ആദ്യം ഒരു മിക്സി ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 3 ടേബിൾ സ്പൂൺ തന്നെ ബൂസ്റ്റും ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ രണ്ടും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ഒരു അല്പം കൂടുതൽ ചേർക്കാം. കോഫി പൗഡർ ഇത്രയും തന്നെ മതി, ഒരുപാട് വേണ്ട. ആ കോഫിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ബൂസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ ഒക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. അപ്പം ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അത് മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് കുറഞ്ഞു പോകണ്ട കേട്ടോ, ഒരു കയ്പ്പ് വരും കോഫിയുടെ. അപ്പോൾ പഞ്ചസാര പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും കോഫിയും ബൂസ്റ്റും കൂടെ ഇതുപോലെ പൊടിച്ചെടുത്തു. ഇനിയാണ് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർക്കുക. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളമല്ല, സാധാ വെള്ളമാണ്. എന്നിട്ട് ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് അടിച്ചപ്പോൾ അത് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ വെള്ളം വേണം. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ, ഒന്നല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടിക്കാം. അപ്പോൾ അതെ, 2 തവണ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. ഇത് നല്ലപോലെ ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. ഇതിൻ്റെ നല്ല ബ്രൗൺ കളർ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറിലായി വരണം. അപ്പോൾ അതാ കുറച്ച് നേരം കൂടി അടിച്ചു കഴിഞ്ഞപ്പം കോഫി ഇതുപോലെ ആയി വന്നിട്ടുണ്ട്, കണ്ടോ? കുറച്ചൊന്ന് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. കുറച്ചും കൂടി സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് ഈ ക്യാpuchino ഉണ്ടാക്കുന്ന പോലെ നല്ല ക്രീം കളറിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഫി അത്രയും ക്രീമി ആയിരിക്കും. അത് ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി കോഫി കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 3 കപ്പിനുള്ള അത്രയും ഒരു ക്രീം ഉണ്ടാവുമേ. എന്നിട്ട് നല്ല തിളപ്പിച്ച് വെച്ച പാല് ഇതിനകത്തേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫിയാണ് കേട്ടോ. കുറച്ച് ആ ബൂസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം പറഞ്ഞ പോലെ ഇതുപോലെ മിക്സിയിൽ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി വെറുതെ ഒരു ബൗളിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂട് പാലൊഴിച്ച് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കോഫി ഒന്ന് ക്രീമി ആയിരിക്കും. എത്രത്തോളം ക്രീമി ആവണം എന്നുള്ളത് നിങ്ങൾ ആ മിക്സിയിൽ അടിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.